ഏവർക്കും ലീഡ് ഐസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 10ാമത് റൈസിന ഡയലോഗിന് വേദിയായി ഇന്ത്യ. യുവ എഴുത്തുകാരെയും ഇന്ത്യൻ സാഹിത്യത്തെയും ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതിയുമായി കേന്ദ്ര ഗവൺമെന്റ്. 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ചന്ദ്രയാൻ 5 ദൗത്യത്തിന് കേന്ദ്രം അംഗീകാരം നൽകി. തന്റെ പേരിലെ റെക്കോർഡ് സ്വയം തിരുത്തി പ്ലാനറ്റ് സാറ്റേൺ. മൾട്ടിലാറ്ററൽ ഇന്റലിജൻസ് ഷെയറിംഗ് നെറ്റ്വർക്കായ ഫൈവ് ഐസ് ഇന്റലിജൻസ് അലയൻസ് ഇന്ത്യയിൽ. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 118ാം സ്ഥാനത്ത് ഇന്ത്യ. വാർത്തകൾ വിശദമായി. 10ാമത് റൈസിന ഡയലോഗിന് വേദിയായി ഇന്ത്യ. ഇത്തവണത്തെ മുഖ്യാതിഥി ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്റർ ക്രിസ്റ്റഫർ ലക്സോൺ. ന്യൂഡൽഹിയിൽ വെച്ച് 2016 മുതൽ വർഷം തോറും നടക്കുന്ന മൾട്ടിലാറ്ററൽ കോൺഫറൻസ് ആണ് റൈസിന ഡയലോഗ്. ഗ്ലോബൽ ലീഡേഴ്സ്, പോളിസി മേക്കേഴ്സ്, അക്കാഡമിക് എക്സ്പേർട്സ് എന്നിവർ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഈ വേദി ഉപയോഗിക്കുന്നു. ആഗോള ഭരണം രൂപപ്പെടുന്നതിൽ ഇന്ത്യയുടെ പങ്കും ചർച്ച ചെയ്യപ്പെടുന്ന സമ്മേളനമാണിത്. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്ന റൈസിന ഹില്ലിന്റെ പേരിലാണ് റൈസിന ഡയലോഗ് അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസും വിവിധ മന്ത്രാലയങ്ങളും ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ ഇന്ത്യയുടെ അധികാരത്തിന്റെയും ഭരണത്തിന്റെയും പ്രതീകമാണ് റൈസിന ഹിൽ. യുവ എഴുത്തുകാരെയും ഇന്ത്യൻ സാഹിത്യത്തെയും ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതിയുമായി കേന്ദ്ര ഗവൺമെന്റ്. PM യുവ 3.0 ലോഞ്ച് ചെയ്ത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. 22ഓളം വ്യത്യസ്ത ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷിലും വളർന്നുവരുന്ന യുവ എഴുത്തുകാരെ പരിശീലിപ്പിക്കുന്നതിനായുള്ള ഒരു ഓതർ മെന്റർഷിപ്പ് പ്രോഗ്രാമാണ് PM യുവ 3.0. ഇതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം ഒരു ഓൾ ഇന്ത്യ കോൺടെസ്റ്റ് സംഘടിപ്പിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുന്ന 50 യുവ എഴുത്തുകാരുടെ കൃതികൾ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ കീഴിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇവയുടെ വിവർത്തനം കൂടി നടത്തുന്നതിലൂടെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന സങ്കല്പം പ്രോത്സാഹിപ്പിക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ്. ചന്ദ്രയാൻ 5 ദൗത്യത്തിന് കേന്ദ്രം അംഗീകാരം നൽകി. ജപ്പാന്റെ സഹകരണത്തോടെയാണ് ഈ മിഷൻ. ചന്ദ്രന്റെ പോളാർ റീജിയൻസിനെ കൂടുതൽ പഠിക്കുക, ലൂണാർ വാട്ടർ റിസോഴ്സുകളെ കണ്ടെത്തുക, പുതിയ ഡ്രില്ലിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നിവയാണ് ചന്ദ്രയാൻ 5 മിഷന്റെ ലക്ഷ്യം. ഇതിനായി മുൻ ISRO റോവറുകളേക്കാൾ വലിപ്പം കൂടിയ 250 കിലോഗ്രാം ഭാരമുള്ള ലൂണാർ റോവറാണ് ജപ്പാന്റെ സഹകരണത്തോടെ ഇന്ത്യ വിക്ഷേപിക്കുന്നത്. 2035 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുക, 2040 ചന്ദ്രനിൽ ഇന്ത്യക്കാരെ ഇറക്കുക എന്നീ ദീർഘകാല ലക്ഷ്യങ്ങളുടെ ഭാഗം കൂടിയാണ് ചന്ദ്രയാൻ 5 ദൗത്യം. 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. UK സെൻട്രൽ ബാങ്കിംഗ് ആണ് ഈ അവാർഡ് സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളുടെ മികച്ച ഡിജിറ്റൽ ഇന്നോവേഷന് നൽകിവരുന്ന അവാർഡാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ്. റെക്കോർഡ്സ് മാനേജ്മെൻറ്റ് ഇംപ്രൂവ്മെൻറ്റിനായി 2023 കൊണ്ടുവന്ന സാരഥി, എക്സ്റ്റേണൽ യൂസേഴ്സിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനായി 2024 ലോഞ്ച് ചെയ്ത പ്രവാഹ് എന്നിവയാണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയ RBI തിരഞ്ഞെടുക്കപ്പെടാൻ കാരണമായ ഇന്നോവേഷൻസ്. ഡിജിറ്റലി കണക്റ്റഡ് ഗ്ലോബൽ എക്കോണമിയിലേക്ക് ലോകരാജ്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് ഈ അവാർഡിൻ്റെ ലക്ഷ്യം. തന്റെ പേരിലെ റെക്കോർഡ് സ്വയം തിരുത്തി പ്ലാനറ്റ് സാറ്റേൺ. പ്ലാനറ്റിന് ചുറ്റും കറങ്ങുന്ന 128 പുതിയ ഉപഗ്രഹങ്ങളെ കൂടി കണ്ടെത്തിയതോടെ 274 മൂണുകൾ എന്ന റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് ശനിഗ്രഹം. മൂൺ അഥവാ നാച്ചുറൽ സാറ്റലൈറ്റ് എന്നത് ഒരു ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ ബലം മൂലം അതിനെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ്. ഈ ഉപഗ്രഹങ്ങളുടെ വലിപ്പം, ഘടന, എണ്ണം എന്നിവ ഓരോ ഗ്രഹത്തിനും വ്യത്യസ്തമായിരിക്കും. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ശനിഗ്രഹത്തിനാണ്. എന്നാൽ മൂൺ കിങ് എന്ന് പൊതുവെ അറിയപ്പെടുന്നത് ജൂപ്പിറ്റർ അഥവാ വ്യാഴമാണ്. മൾട്ടിലാറ്ററൽ ഇന്റലിജൻസ് ഷെയറിംഗ് നെറ്റ്വർക്കായ ഫൈവ് ഐസ് ഇന്റലിജൻസ് അലയൻസ് ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ എക്സ്ക്ലൂസീവ് ഇന്റലിജൻസ് ഷെയറിംഗ് നെറ്റ്വർക്കാണ് ഇത്. ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങൾ അംഗങ്ങളായ മൾട്ടിലാറ്ററൽ ഇന്റലിജൻസ് ഷെയറിംഗ് നെറ്റ്വർക്കാണ് ഫൈവ് ഐസ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1946 ഇത് രൂപപ്പെടുന്നത്. ഫൈവ് ഐസ് എന്ന സഖ്യത്തിൽ ഇന്ത്യ അംഗമല്ലെങ്കിലും അതിലെ അംഗങ്ങളുമായുള്ള ഇൻ്റലിജൻസ് ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം.
അതിൻ്റെ ഭാഗമായാണ് 5 Eyes'ന്റെ അനുബന്ധ ചർച്ചകൾ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നത്. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 118 സ്ഥാനത്ത് ഇന്ത്യ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വെൽ ബീയിങ് റിസർച്ച് സെന്ററാണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആഗോളക്ഷേമവും ജനങ്ങളുടെ സന്തോഷ നിലവാരവും വിലയിരുത്താൻ ലക്ഷ്യമിടുന്നതാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്. ഒരു രാജ്യത്തെ ജനങ്ങളുടെ വരുമാനം, സാമൂഹ്യ പിന്തുണ, ആരോഗ്യം, വ്യക്തി സ്വാതന്ത്ര്യം, ഭരണത്തിലെ അഴിമതി തുടങ്ങിയ ഘടകങ്ങളാണ് ഈ റാങ്കിങ്ങിനായി പരിഗണിക്കുന്നത്. 147 രാജ്യങ്ങളാണ് ഇത്തവണ അസസ്മെൻറ്റിൽ ഉൾപ്പെട്ടത്. തുടർച്ചയായ 8ാം വർഷവും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫിൻലാൻഡ് ആണ്. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ടൈം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.